ഹായ് ഓൾ, വെൽക്കം ടു മൈ ക്ലാസ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ക്ലാസ് 7 സോഷ്യൽ സയൻസിലെ 7th ചാപ്റ്ററാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ഓൾറെഡി ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർട്ട് 1 ആയിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പല വീഡിയോസും പാർട്സ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യാറുള്ളത്. അതിപ്പോൾ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ക്ലാസ് 7 സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ ഓർഡർ വൈസ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം മുതലാണ് കേട്ടോ. ദ പ്രീ ഇൻഡിപെൻഡൻറ്റ് ബ്രിട്ടീഷ് ലാൻഡ് ടാക്സ് system pushed the farmers to independence while their neglect of food crops led to food shortage. അപ്പോൾ ബ്രിട്ടീഷ് നമ്മൾ കൃഷി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും ബ്രിട്ടീഷ് അവരുടേതായിട്ടുള്ള ഓരോ ടാക്സസ് കൊണ്ടുവന്നിരുന്നു അല്ലേ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് അഗ്രികൾച്ചർ സെക്ടർ ആൻഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി കോൺട്രിബ്യൂട്ടഡ് ടു എ ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? Above mentioned are some of the problems faced by the Indian agriculture sector during the pre-independence and post-independence period. ഇൻഡിപെൻഡൻസിന് മുന്നും ശേഷമൊക്കെ അവർ അനുഭവിച്ച നമ്മുടെ കർഷകർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സോ വാട്ട് ആർ ദ റീസൺ ഫോർ ദിസ് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ റീസൺ? 2 പോയിൻറ്റ്സ് അവർ അവിടെ തന്നിട്ടുണ്ട്. ദ ലാൻഡ് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷ് എന്ത് ചെയ്തു? നമ്മുടെ നാട്ടിൽ കൃഷി പണ്ട് സ്വാതന്ത്ര്യത്തിന് മുന്നേ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യണമെങ്കിലും നമ്മൾ കൃഷി ചെയ്യുന്ന ഏരിയയ്ക്കുള്ള ലാൻഡ് ടാക്സ് ബ്രിട്ടീഷിന് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ലിമിറ്റഡ് ഇൻഫ്രാസ്ട്രക്ചർ ആണ്. എക്സ്ട്രാ നമുക്ക് ഏതൊക്കെ പോയിന്റ് ആഡ് ചെയ്ത് കൊടുക്കാം? ഔട്ട്ഡേറ്റഡ് ടെക്നോളജി. പിന്നെ അതുപോലെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ടെക്നോളജി അന്ന് ഇല്ല. പിന്നെ ഫുഡ് ഷോർട്ടേജ്, അന്ന് നമ്മൾ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അന്നില്ല. പിന്നെ ഡിക്ലൈൻ ഇൻ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമുക്ക് അവിടെ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അറ്റ് ദി ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ് ദ അഗ്രികൾച്ചർ സെക്ടർ വാസ് ഫേസിങ് വേരിയസ് പ്രോബ്ലംസ്. ടു സോൾവ് ദ ക്രൈസിസ് ലാൻഡ് റീഫോമേഴ്സ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ വെർ ഇംപ്ലിമെൻറ്റഡ് ഇൻ ദി ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ആസ് പാർട്ട് ഓഫ് ദി ലാൻഡ് റീഫോം എ ലിമിറ്റ് വാസ് സെറ്റ് ഫോർ possession of land a person could own. The land above that limit was known as surplus land. അപ്പോൾ എന്താണ് പറയുന്നത്? അറ്റ് ദി ടൈം ഓഫ് അവർ ഇൻഡിപെൻഡൻസ്, നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ സമയത്ത് ദ അഗ്രികൾച്ചർ സെക്ടർ വാസ് ഫേസിങ്, അഗ്രികൾച്ചർ സെക്ടറിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാൻഡ് റീഫോംസ് ആൻഡ് ഗ്രീൻ റവല്യൂഷൻ ഇത് രണ്ടും എന്ത് ചെയ്തു? നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തു, അതായത് ഇറക്കി എന്നാണ് പറയുന്നത്. ആസ് എ പാർട്ട് ഓഫ് ലാൻഡ് റീഫോം എ ലിമിറ്റ് വാസ് സെറ്റ് ഫോർ ദ പൊസഷൻ ഓഫ് എ ലാൻഡ് എ പേഴ്സൺ കുഡ് ഓൺ. അതായത് ആർക്കാണോ ആ സ്ഥലമുള്ളത് അവരുടെ മേലിൽ ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. ലാൻഡ് അബവ് ദാറ്റ് ലിമിറ്റ് വാസ് നോൺ ആസ് സർപ്ലസ് ലാൻഡ്. അതായത് ഇത്രയേ പാടുള്ളൂ എന്ന്. അപ്പോൾ അതിനേക്കാൾ കൂടുതലുള്ള ലാൻഡ് ഉള്ളവരെ നമ്മൾ സർപ്ലസ് ലാൻഡ് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ടേക്കൻ ഓവർ ബൈ ദ ഗവൺമെൻറ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ടു ലാൻഡ്ലെസ് പെസൻസ് ആൻഡ് ടെനൻസ്. അപ്പോൾ ഒരുപാട് ലാൻഡ് കൈവശം വെക്കാതെ ഒരുപാട് ഉള്ളവരുടെ ഇത്ര ലിമിറ്റ് വെച്ചിട്ട് ബാക്കി വരുന്നതൊക്കെ ഇല്ലാത്തവർക്ക്, അതായത് ലാൻഡ്ലെസ് പെസൻസിനും ടെനൻസും, അതായത് അവർക്ക് ഇല്ലാത്ത പാവപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. As a result, agricultural production increases. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ കൂടി കൃഷി ചെയ്യാൻ തുടങ്ങി, സാധാരണക്കാർ കൂടി കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവിടെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. കേരള ബിക്കം എ മോഡൽ ഓഫ് ഫോർ ഇന്ത്യ ബൈ ബിക്കമിങ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്സ് ടു ഇംപ്ലിമെൻറ്റ് ദ ലാൻഡ് റീഫോംസ് ആക്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാൻഡ് റീഫോംസ് ആക്ട്. അപ്പോൾ അത് നമ്മളെ ഇന്ത്യയിൽ തന്നെ ഒരു മോഡലായി ബാക്കിയുള്ള സ്റ്റേറ്റിന് വേണ്ടി. കാരണം നമുക്ക് ഉള്ളവനും ഇല്ലാത്തവനും ജീവിക്കണം എന്നുള്ള ഒരു പോയിന്റാണ് അവിടെ കൊണ്ടുവരുന്നത്. The Green Revolution was a program that massively increased the production of food grains using high-yielding seeds, fertilizers, pesticides, new technologies, loans at a low interest rate and scientific irrigation. അപ്പോൾ നമുക്ക് പുതിയ ടെക്നോളജി, നല്ല ക്വാളിറ്റിയുള്ള സീഡ്സ്, അതുപോലെ നല്ല ഫെർട്ടിലൈസേഴ്സ്, അപ്പോൾ ഇതൊക്കെ ക്രോപ്സിനെ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ക്രോപ്സും നല്ല ക്വാളിറ്റിയുള്ള ക്രോപ്സും ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഗ്രീൻ റവല്യൂഷൻ അതിനാണ് നമ്മൾ ഹെൽഡ് ചെയ്തിരുന്നത്. among food grains, the result of green revolution was first visible in wheat production. അപ്പോൾ ഏറ്റവും കൂടുതൽ അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് കിട്ടിയത് വീറ്റിലായിരുന്നു, നമ്മുടെ ഗോതമ്പ്. ഹാൻസ് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് വീറ്റ് റവല്യൂഷൻ. അപ്പോൾ ഈ ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ആയി കിട്ടിയത് വീറ്റാണ്. അപ്പോൾ അതെന്തിൽ അറിയപ്പെട്ടിരുന്നു? വീറ്റ് റവല്യൂഷനിൽ അറിയപ്പെട്ടിരുന്നു.
The father of Indian Green Revolution, Dr. M.S. Swaminathan, was born on August 7, 1925 in Kumbakonam. അപ്പം നമ്മുടെ MS സ്വാമിനാഥൻ ആണ്. നമുക്ക് വൺ വേർഡൊക്കെ ആയിട്ട് ചോദിക്കാം കേട്ടോ. ആരാണ് ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ? പ്രത്യേകിച്ച് USS ഒക്കെ പഠിക്കുന്ന കുട്ടികൾ. അപ്പോൾ നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ USSൻ്റെ ക്ലാസ് നമ്മുടെ ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എപ്പോഴും USS സയൻസ്, സോഷ്യൽ, ഇംഗ്ലീഷ് എല്ലാം സെപ്പറേറ്റ് ആണ്. USS സയൻസ് എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിൻ്റെ ക്ലാസ്സസ് കാണാൻ പറ്റും. സോഷ്യൽ ചെക്ക് ചെയ്താൽ സോഷ്യലിൻ്റെ കാണാൻ പറ്റും കേട്ടോ പ്ലേലിസ്റ്റിൽ. ഹീ സെർവ്ഡ് ആസ് ദ ഫസ്റ്റ് ഡയറക്ടർ ഓഫ് ദി ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച്. ത്രോ 70% ഓഫ് ദ പോപ്പുലേഷൻ വെർ ഫാമേഴ്സ്, അവർ കൺട്രി വിൽ സ്റ്റിൽ ഇമ്പോർട്ടിങ് ഫുഡ് ഗ്രെയിൻസ്. അപ്പോൾ അന്നത്തെ നമ്മുടെ കൺട്രിയിൽ 70% ആരാണ്? ഫാർമേഴ്സാണ്. ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം, ഡോക്ടർ MS സ്വാമിനാഥൻ ഇൻ കൊളാബറേഷൻ വിത്ത് നോർമൻ ഇ ബോർലാഗ് ഇംപ്ലിമെൻറ്റഡ് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഡോക്ടർ MS സ്വാമിനാഥൻ എന്ത് ചെയ്തു? ഏത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരായിട്ട്? നോർമൻ ഇ ബോർലോഗ് ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത ഗ്രീൻ റവല്യൂഷൻ അല്ലേ? അപ്പോൾ ആളായിട്ട് കൊളാബറേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് പറയുന്നത്? ഫാർമേഴ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൺട്രിയിൽ എന്ത് ചെയ്യാണ്? ഫുഡ് ഗ്രെയിൻസ് ഇമ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് എ റിസൾട്ട് പ്രൊഡക്ഷൻ ഇൻക്രീസ്ഡ് ബൈ 5 million tons ഓവർ ദ പ്രീവിയസ് ഹാർവസ്റ്റ്. അപ്പോൾ ഈ ഒരു ഗ്രീൻ റവല്യൂഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതോടുകൂടി നമ്മുടെ കൾട്ടിവേഷൻ എല്ലാം കൂടി. ഫോളോയിങ് ദിസ് ഇന്ത്യ ബിക്കം സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പോൾ ഇന്ത്യയിൽ കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഹി പ്ലേഡ് ദ ലീഡിംഗ് റോൾ ഇൻ ദീസ് അച്ചീവ്മെൻറ്റ്സ് ആൻഡ് വാസ് ഹോണേഡ് ബൈ നേഷൻ വിത്ത് പത്മശ്രീ, പത്മഭൂഷൺ ആൻഡ് ഭാരത് രത്ന. ഇതൊക്കെ നമുക്ക് എന്ത് കിട്ടി? അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഹി പാസ്ഡ് അവേ ഓൺ 28 September 2023 ഇൻ ചെന്നൈയിൽ വെച്ചിട്ട് 2023 അദ്ദേഹം മരിക്കുകയാണ് കേട്ടോ. 2 phases ഓഫ് ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ്റെ ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് ഇൻക്രീസിങ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് എൻ്റെ പ്രൊഡക്ഷൻ കൂടും. എൻഷുവേർഡ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. പിന്നെ ദ പ്രൈസ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡ്രോപ്പ്ഡ്. അതായത് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൈസ് എന്ത് ചെയ്യും? കുറച്ച് കുറയും. ദ ബ്ലാക്ക് മാർക്കറ്റിംഗ് ആൻഡ് ഹോർഡിംഗ് ഓഫ് ഫുഡ് ഗ്രെയിൻസ് ഡിക്ലൈൻഡ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരു ടാക്സ് കൂടി തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. നമുക്ക് എന്ത് വിൽക്കണമെങ്കിലും വാങ്ങണമെങ്കിലും ഒക്കെ നമ്മൾ അതിനനുസരിച്ച് അത് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ചുളിവിൽ വിൽക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു. അടുത്ത ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂ ടു എക്സസീവ് യൂസ് ഓഫ് വാട്ടർ, ഗ്രൗണ്ട് വാട്ടർ ലെവൽ ഡിക്രീസ്ഡ് ഡ്രാസ്റ്റിക്കലി. അപ്പോൾ ഇതിന് നന്നായി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ലെവൽ എന്ത് ചെയ്യും? കുറയും. എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് റെഡ്യൂസ്ഡ് നാച്ചുറൽ ഫെർട്ടിലിറ്റി ഓഫ് ദി സോയിൽ. കൂടുതലായിട്ട് നമ്മൾ പലവട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സോയിലിൻ്റെ ക്വാളിറ്റി കുറയുകയാണ് ചെയ്യുന്നത്. അവർ സോയിലിനുള്ള നല്ല ഫെർട്ടിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ കൂടുതലും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് അത്ര നല്ലതല്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഡിസ്കസ് ആൻഡ് മേക്ക് നോട്ട് ഓൺ ഹൗ ദ ഗ്രീൻ റവല്യൂഷൻ ഹെൽപ്ഡ് ടു ഇറാഡിക്കേറ്റ് ഫുഡ് ഷോർട്ടേജ് ആൻഡ് പോവർട്ടി ഇൻ ഇന്ത്യ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഗ്രീൻ റവല്യൂഷൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഒരുപാട് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഫുഡ് ഷോർട്ടേജ് കുറഞ്ഞു, നമ്മുടെ വരുമാനം ഇൻക്രീസ് ചെയ്തു. പക്ഷേ അതിലെന്തുണ്ട്? കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് എന്താ? നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ലെവല് കുറഞ്ഞു തുടങ്ങി. പിന്നെ ഫെർട്ടിലൈസേഴ്സിൻ്റെ അമിത യൂസ് കൊണ്ട് സോയിലൊക്കെ എന്ത് ചെയ്തു? അതിൻ്റെ ഫെർട്ടിലിറ്റി നഷ്ടപ്പെട്ടു. പക്ഷെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമാണ്. നിങ്ങൾക്ക് ഇത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനൊരു മോഡൽ കൊടുക്കാം, നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുക്കാം. അടുത്തത് നോർമൻ ഏർണസ്റ്റ് ബോർലാഗ് ഈസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ദാറ്റ് സേവ്ഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ഫ്രം സ്റ്റാർവേഷൻ അറൗണ്ട് ദി വേൾഡ്. അപ്പോൾ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ആണ് അദ്ദേഹം. അപ്പോൾ ഒരുപാട് മനുഷ്യന്മാരെ പട്ടിണിന്നും അല്ലാത്തിനും അയാൾ രക്ഷിച്ചു എന്നാണ് പറയുന്നത്. ഹി വാസ് ബോൺ ഓൺ 25 March 1914 ഇൻ USA ആൻഡ് ബിലീവ്ഡ് ദാറ്റ് ഫ്രീഡം ഫ്രം ഹങ്കർ വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് പീസ്. അതായത് വിശപ്പിൽ നിന്നുള്ള രക്ഷപ്പെടലാണ് ഏറ്റവും ആദ്യം സമാധാനം. നമുക്ക് വിശന്നിട്ട് നമുക്ക് ഒരിക്കലും ഇരിക്കാൻ പറ്റില്ല അല്ലേ. ഹി റിസീവ്ഡ് ദ നോബൽ പീസ് പ്രൈസ് ഇൻ 1970 കേട്ടോ.
അടുത്തത് എന്താണ് പോവർട്ടി എന്നാണ് പറയുന്നത്. 2 friends reaches his home in search of him. ദേ കുഡ് നോട്ട് സീ ഹിം അറ്റ് ഹോം. അപ്പോൾ 2 ഫ്രണ്ട്സ് അവനെ തിരഞ്ഞു വന്നു, പക്ഷെ അവനെ വീട്ടിൽ കാണാനില്ല. നോ വൺ ഇൻ ദ ഫാമിലി ന്യൂ വേർ ഹീ വെൻറ്റ്. അപ്പോൾ വീട്ടിൽ ആർക്കും അറിയില്ല അവൻ എവിടെയോ പോയെന്ന്. അറ്റ് ലാസ്റ്റ് ദേ എൻറ്റേർഡ് ദ റൂം ആൻഡ് സെർച്ച്ഡ്. അങ്ങനെ ലാസ്റ്റ് എന്ത് ചെയ്തു, അവർ റൂമിലേക്ക് വന്നിട്ട് തിരഞ്ഞു. ദ ബോയ് വാസ് ക്രൗച്ചിങ് അണ്ടർ ദ ബെഡ് ഡൂയിങ് മാത്സ് ഓൺ എ സ്ലേറ്റ്. അപ്പോൾ ബെഞ്ചിലിരുന്ന് സ്ലേറ്റിൽ നമ്മൾ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുക. ദേ ആസ്ക്ഡ് കാൻ യു ഡു ദിസ് ഓൺ പേപ്പർ. നിനക്കിത് പേപ്പറിൽ ചെയ്തുകൂടെ. മൈ ഫാദർ ഈസ് സ്ട്രഗിളിങ് ടു പ്രൊവൈഡ് മീ ഫുഡ്. എൻ്റെ അച്ഛൻ എനിക്കൊരു ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹൗ ക്യാൻ ഹീ ബൈ പേപ്പർ ഫോർ മീ. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടപ്പാടിൻ്റെ അടുത്ത് എങ്ങനെയാണ് പേപ്പർ എനിക്ക് വാങ്ങിച്ചു തരിക. ദോസ് ഫ്രണ്ട്സ് വർ ഡീപ്ലി ഹാർഡ് ബൈ ഹിസ് ആൻസർ. അപ്പോൾ ആ ഫ്രണ്ട്സിന് അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായെന്നാണ് പറയുന്നത് കേട്ടോ. യു ഹാവ് റീഡ് ആൻഡ് except from the biography of Srinivasa Ramanujan, an Indian mathematician who has been described as a mathematical wizard. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള ഒരു മാത്തമെറ്റീഷ്യനാണ് നമ്മുടെ ശ്രീനിവാസ രാമാനുജൻ്റെ ആണ് നമ്മൾ വായിച്ചത്. മെനി പീപ്പിൾ ഇൻ അവർ സൊസൈറ്റി ആർ അൺഎബിൾ ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നീഡ്സ്. നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ആൾക്കാർക്കും അവരുടെ ബേസിക് നീഡ്സ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അതായത് അവർക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ല. വാട്ട് ക്യാൻ വി കോൾ ദ കണ്ടീഷൻ ഓഫ് നോട്ട് ബീയിങ് ഏബിൾ ടു ഫുൾഫിൽ സച്ച് നീഡ്സ്. അപ്പോൾ എന്താ അവർ ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ സ്വന്തമായിട്ടുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ, അതായത് നീഡ്സ് നമ്മൾ നടത്താൻ പറ്റാത്ത ആൾക്കാരെ നമ്മൾ എന്താണ് പറയുക ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്, പോവർട്ടി ആണ് കേട്ടോ. POVERTY കേട്ടോ. അപ്പോൾ അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അപ്പോൾ അതിൻ്റെ ആൻസർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പോവർട്ടി ഈസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ബേസിക് ഹ്യൂമൻ നീഡ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ആർ നോട്ട് ആക്സസബിൾ ആസ് പെർ ദ റിക്വയർമെൻറ്റ്. ആവശ്യത്തിനനുസരിച്ച് ഫുഡും ക്ലോത്തും ഷെൽട്ടറും എഡ്യൂക്കേഷനൊന്നും കിട്ടാത്ത അവസ്ഥയാണ് പോവർട്ടി എന്ന് പറയുന്നത്. ദ പുവർ ആർ ദോസ് ഹു ഡു നോട്ട് ഹാവ് ദ ആക്സസ് ടു ഇൻകം ഓർ പ്രോപ്പർട്ടി ടു മീറ്റ് ഈവൻ ദെയർ ബേസിക് നീഡ്സ്. അപ്പോൾ വളരെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പല ആഗ്രഹങ്ങളും മറക്കേണ്ടി വരും. ചിലർക്ക് ഭക്ഷണം കിട്ടില്ല, ചിലർക്ക് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. സോ എന്താണ് പോവർട്ടി ലൈൻ എന്ന് നോക്കാം. എ പോവർട്ടി ലൈൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ ദാറ്റ് ഡിവൈഡ്സ് ദ പോപ്പുലേഷൻ ഓഫ് എ കൺട്രി ഇൻ ടു ദോസ് ഹു ആർ പുവർ ആൻഡ് നോട്ട്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ആരാണ് പോവർട്ടി ലൈൻ, അതായത് ഒരു ഇമാജിനറി ആയിട്ടുള്ള ലൈൻ. അപ്പോൾ എത്ര പേര് ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഉള്ളവരും ഇല്ലാത്തവരുടെയും ഒരു കാറ്റഗറി അതിൽ ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ പോവർട്ടി ഇൻ അവർ കൺട്രി ഈസ് കാൽക്കുലേറ്റ് ബേസ്ഡ് ഓൺ വൺസ് ഇൻകം ആൻഡ് കലോറീസ് ഒബ്റ്റെയിൻഡ് ഫ്രം ദി ഫുഡ്. അപ്പോൾ അവരുടെ ഇൻകം അനുസരിച്ചാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, അൺഎംപ്ലോയ്മെൻറ്റ്, ജോലി ഇല്ലാത്തത് ഒരു പോവർട്ടിക്ക് കാരണമാണ്. ഇൻഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും സെയിം അവസരങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ കിട്ടുന്നില്ല. പിന്നെ ഓവർ പോപ്പുലേഷൻ, ഒരുപാട് ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ അവർക്കൊക്കെ ഫുഡ് വേണം, വസ്ത്രം വേണം, അതുപോലെ വാഹനങ്ങൾ വേണം, ഇതൊക്കെ അവരുടെ ആവശ്യങ്ങൾ. അപ്പോൾ അതൊക്കെ കൂടും. പ്രൈസ് റൈസ്, അതായത് പിന്നെ ഓരോന്നിൻ്റെയും പ്രൈസ് കൂടുന്നത് നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഡെബറ്റൻസ്, പിന്നെ നമുക്ക് എക്സ്ട്രാ 3 ആഡ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ ആ 3 അവിടെ നമുക്ക് എന്ത് പറയാം, ഒന്ന് വാറ് പറയാം, യുദ്ധം, WAR കേട്ടോ. കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ ഉള്ള എല്ലാ സാധനങ്ങളും നശിക്കുകയാണ്, പുതിയൊരു ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ എന്തുണ്ടാവും, ഭക്ഷണങ്ങളും ക്രോപ്സും എല്ലാം നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അങ്ങനെ ഒന്നുണ്ടാവും. പിന്നെ നമുക്ക് എന്ത് പറയാം, നാച്ചുറൽ ഡിസാസ്റ്റർ, നാച്ചുറൽ, NATURAL DISASTERS. അപ്പോൾ നാച്ചുറൽ ഡിസാസ്റ്റർ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭൂമിക്കുലുക്കോ അതുപോലെ വെള്ളപ്പൊക്കോ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഉള്ളതൊക്കെ നശിച്ചു പോവുകയാണ്, ഈ പറഞ്ഞ പോലെ വാറ് പോലെ തന്നെ അല്ലേ. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുകയാണ്. പിന്നെ നമുക്ക് എന്ത് പറയാം, എക്സ്ട്രാ ഒരു പോയിന്റ്, ഇക്കണോമിക് ഡൗൺ ടേൺ, ECONOMICDOWNTUR കേട്ടോ. അപ്പോൾ അത്രയും പോയിന്റ്സ് അവിടെ ഇൻക്ലൂഡ് ചെയ്യുക. അപ്പോൾ അത് അവിടെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു കംപ്ലീറ്റ് ചെയ്യാനാണ് കേട്ടോ.
അടുത്തത് മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. ദ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് MPI ഈസ് എ ന്യൂ മെത്തേഡ് ഡെവലപ്ഡ് ടു മെഷർ ഗ്ലോബൽ പോവർട്ടി. അതായത് പോവർട്ടി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയൊരു മെത്തേഡാണ്. ഇറ്റ് വാസ് ജോയിൻ്റ്ലി പ്രിപ്പയർഡ് ബൈ ഓക്സ്ഫോർഡ് പോവർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇനീഷ്യേറ്റീവ് ആൻഡ് യുണൈറ്റഡ് നാഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ അവരാണ് അത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. Multi-dimensional poverty is calculated by assessing 12 indicators across 3 dimensions: health, education and standard of living of the members of a household. അപ്പോൾ അവരുടെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇൻകം എന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുക. ഡിഡിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇൻകം ഈസ് നോട്ട് ഓൺലി ക്രൈറ്റീരിയൻ ഫോർ മെഷറിംഗ് പ്രോപ്പർട്ടി അക്കോർഡിംഗ് ടു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അപ്പോൾ ഈ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ് വഴി നമ്മൾ ഇൻകം മാത്രം നോക്കിയിട്ടല്ല നമ്മൾ പോവർട്ടി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഈസ് കാൽക്കുലേറ്റഡ് ബൈ taking into account how much each individual and family can achieve in terms of health, education and standard of living. അപ്പോൾ ഇൻകം മാത്രമല്ല, അവരുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ എങ്ങനെയുണ്ട്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എങ്ങനെയുണ്ട്, ഇതിൻ്റെ ബേസിസിലാണ് പോവർട്ടി അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. സോ 3 പോയിൻറ്റ്സ് ആണ് അവരവിടെ കൊടുത്തിട്ടുള്ളത്. ഹെൽത്ത് ന്യൂട്രീഷ്യസ്, പിന്നെ ചൈൽഡ് ആൻഡ് അഡോളസൻറ്റ് മൊറാലിറ്റി റേറ്റ്, മെറ്റേണിറ്റി ഹെൽത്ത്. പിന്നെ എഡ്യൂക്കേഷനിൽ വരുന്നതാണ് സ്കൂൾ എഡ്യൂക്കേഷൻ, സ്കൂൾ അറ്റൻഡൻസ്. പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ വരുന്നതാണ് കുക്കിംഗ്, ഫ്യൂവൽ, സാനിറ്റേഷൻ, ഡ്രിങ്കിങ് വാട്ടർ, ഇലക്ട്രിസിറ്റി, ഹൗസിംഗ്, അസറ്റ്സ്, ബാങ്ക് അക്കൗണ്ട്സ്. ഇതൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടോ അതോ കിട്ടുന്നുണ്ടോ എന്നൊക്കെ അറിയണം. ദ ഗ്രാഫ് ഷോ ദ പോവർട്ടി ലെവൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് അവർ കൺട്രി ഫോർ ദ ഇയേഴ്സ് 2015 to 16, പിന്നെ 19 to 21 as per multi-dimensional poverty index approved by NITI ആയോഗ്. അപ്പോൾ ആ ഗ്രാഫ് ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ. ഓരോ സ്റ്റേറ്റ്സിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേറ്റും നന്നായിട്ട് അനലൈസ് ചെയ്യുക, നന്നായി നിങ്ങൾ നോക്കുക കേട്ടോ. അടുത്തത് ഒബ്സർവ് ദ ഫിഗർ ഗിവൺ എബോ. ഫൈൻഡ്, അപ്പോൾ അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് കേരളാസ് പൊസിഷൻ എമംഗ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് അക്കോർഡിംഗ് ടു മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്. അപ്പോൾ ഫസ്റ്റ് എന്താണ്, കേരളയുടെ പൊസിഷൻ ഏതാണ്? അപ്പം എന്താ അത് നിങ്ങൾക്ക് 33, ബീഹാർ. നമ്മൾ NFHS ഡാർക്ക് ബ്ലൂ കൊണ്ടും 19 to 21 2015 to 16 ഡാർക്ക് ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പോവർട്ടി ഈ ബ്ലൂ ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയും പോവർട്ടി ഉണ്ടെന്നാണ് പറയുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, കേരളാസ് പൊസിഷൻ എന്ന് പറയുന്നത് അമംഗ് ദ സ്റ്റേറ്റ്സ് കേരള റാങ്ക്സ് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയാം കേട്ടോ. അടുത്ത് ഫൈൻഡ് ഔട്ട് ഹൗ മച്ച് ഓഫ് Kerala's poverty has decreased in 2019 to 21 compared to 2015 to 16. അപ്പോൾ എത്ര പറയാം നമുക്ക്? അതായത് പോവർട്ടി ഡിക്രീസ്ഡ് ബൈ 0.15% എന്ന് പറയാം കേട്ടോ. അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ഹൗ കേരള ഹാസ് അച്ചീവ്ഡ് ദിസ് ആൻഡ് മേക്ക് എ നോട്ട്. അപ്പോൾ എങ്ങനെയാണ് കേരളം ഇത് അച്ചീവ് ചെയ്തതെന്ന്. അപ്പോൾ നല്ല എഡ്യൂക്കേഷൻ കൊടുത്തു, നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ കൊടുത്തു, അതുപോലെ നല്ലൊരു ഹെൽത്ത് കെയർ സിസ്റ്റം കൊടുത്തു, നല്ല സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ് അവരെ ബോധവൽക്കരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മളെ റൂറൽ ഏരിയയിലായാലും അർബൻ ഏരിയയിലായാലും നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറും നല്ലൊരു സിറ്റീസും റോഡ് കാര്യങ്ങൾ ഇതൊക്കെ നന്നാക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കേരളം നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് പോവർട്ടി ആണ് പറഞ്ഞിട്ടുള്ളത്. ദ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആർ ഇംപ്ലിമെൻറ്റിംഗ് മെനി പോവർട്ടി അലവേഷൻ സ്കീംസ് ടു ഇറാഡിക്കേറ്റ് ദ പോവർട്ടി പ്രിവലൻറ്റ് ഇൻ അവർ കൺട്രി. ദീസ് പ്രോജക്റ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. അപ്പോൾ ആ പ്രോജക്റ്റ് 3 കാറ്റഗറി ആയിട്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീമും പ്രധാൻ മന്ത്രി റോസ്ഗാർ യോജനയാണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് പഠിച്ചു വെക്കുക. സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള, പിന്നെ വേജ് എംപ്ലോയ്മെൻറ്റ് സ്കീമിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അഡൾട്ട്സ് വിത്ത് ലോ ഇൻകം റിസീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻകം. അതായത് നിങ്ങൾ ചെറുപ്പക്കാരിൽ, ജോലി ഇല്ലാത്തവരിൽ അല്ലെങ്കിൽ വരുമാനം കുറവുള്ളവർക്ക്
നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കും, അതിൽ നിന്ന് ഇൻകം കിട്ടുന്ന അവസ്ഥ. അടുത്തത് ലൈഫ് പ്ലാൻ ആണ് അതിൽ വരുന്നത്. അപ്പോൾ ടു പ്രൊവൈഡ് ലൈവ്ലിഹുഡ് ടു ഡിപ്പെൻഡ് ഓഫ് വിക്ടിംസ് ഓഫ് ക്രൈം ഹു ആർ സഫറിങ് ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ്. ബുദ്ധിമുട്ടുള്ളവർക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ചെറിയൊരു എമൗണ്ട് അല്ലേ. അയ്യൻകാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം. എംപ്ലോയ്മെൻറ്റ് ഈസ് പ്രൊവൈഡഡ് ടു ദ അഡൾട്ട് മെമ്പർ ഓഫ് എവറി ഹൗസ് ഹോൾഡ് ലിവിങ് ഇൻ അർബൻ ഏരിയാസ് ഹു ആർ വില്ലിംഗ് ടു ഡു അൺസ്കിൽഡ് മാനുവൽ ലേബർ. അതായത് കുറച്ച് അർബൻ സാധാ ഏരിയയിൽ താമസിക്കുന്ന ആൾക്ക് എംപ്ലോയ്മെൻറ്റ് കൊടുക്കും, ചെറുപ്പക്കാർക്ക് കേട്ടോ, ഹൗസ് ഹോൾഡായിട്ട് താമസിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക്. അപ്പോൾ അവർക്കൊരു ജോലി കൊടുക്കുന്നത്. അടുത്ത ഫുഡ് സെക്യൂരിറ്റി പ്രോജക്റ്റ് ആണ്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം PDS, എൻഷുറിങ് ഫുഡ് സെക്യൂരിറ്റി ഓഫ് ദി പീപ്പിൾ. പീപ്പിൾസിന് അത്യാവശ്യം ഫുഡ് കിട്ടുന്നില്ലേ എന്നുള്ള ഉറപ്പ് വരുത്തുന്നത്. അടുത്ത് PM പോഷൻ ആണ്. മിഡ് ഡേ മീൽ സ്കീം ഫോർ 1st to 8th grade സ്കൂൾ ചിൽഡ്രൻ. അപ്പോൾ മിഡ് ഡേ മീൽ ആർക്കാണ്? നമുക്ക് സ്കൂളുകളിലൊക്കെ അവൈലബിൾ ആണ് അല്ലേ, 1 മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്. അടുത്തത് സുഭിക്ഷ കേരളം സ്കീം. അപ്പോൾ ഇതെല്ലാ സ്കീമും പഠിച്ചു വെക്കണം, എന്ത് വേണമെങ്കിലും വരാം. ദ പ്രോജക്റ്റ് ഈസ് ബീയിങ് ഇംപ്ലിമെൻറ്റഡ് ഇൻ കേരള ടു അച്ചീവ് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ്. അതായത് സെൽഫ് സഫിഷ്യൻസി ഫുഡിൽ കിട്ടാൻ വേണ്ടി. അടുത്തത് സോഷ്യൽ സെക്യൂരിറ്റി സ്കീമിൽ വരുന്നതാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻറ്റ് സ്കീം, പ്രാധൻ മന്ത്രി സുരക്ഷ ബീമ യോജന. അപ്പോൾ പ്രൊവൈഡ് പെൻഷൻ ആൻഡ് ഇൻഷുറൻസ് കവറേജ് ടു ഇൻഡിജന്റ് സീനിയർ സിറ്റിസൺ. അപ്പോൾ നമുക്ക് പ്രായമായവർക്ക് നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തുണ്ട്, അവർക്ക് പെൻഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അടുത്തത് നിറമയ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ടു പ്രൊവൈഡ് ഹെൽത്ത് ഇൻഷുറൻസ് ടു ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺ ഇൻ ദ സ്റ്റേറ്റ്. അതായത് കാലിനോ കൈയിനോ എന്തെങ്കിലും അങ്ങനെ നമുക്ക് വയ്യാത്ത ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കുന്ന ഒരു പെൻഷൻ അല്ലെങ്കിൽ ഇൻഷുറൻസ് കൊടുക്കുന്ന, ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന ഒരു സംഭവം. അപ്പാർട്ട് ഫ്രം ദിസ്, കേരള ഈസ് ഓൾസോ എഫക്റ്റീവ്ലി ഇംപ്ലിമെൻറ്റിംഗ് ദ ഫോളോയിങ് പ്രോജക്റ്റ് such as സ്നേഹ സ്വാന്തനം, വയോമന്ദിരം, എക്സ്ട്രീം പോവർട്ടി ഇറാഡിക്കേഷൻ, കാരുണ്യ ഹെൽത്ത് ഇൻഷുറൻസ്, താലോലം, ആശ്വാസ കിരണം, സ്നേഹപൂർവ്വം, ക്യാൻസർ സുരക്ഷ, ലൈഫ് മിഷൻ എക്സെട്ര. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കേരളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൈൻഡ് ഔട്ട് ദ ബെനിഫിറ്ററീസ് ഓഫ് ദ എബോവ് സ്കീം ഇൻ യുവർ ഏരിയ. ആൾസോ ഫൈൻഡ് ദ സിമിലർ സ്കീം ദാറ്റ് എക്സിസ്റ്റ് ആൻഡ് മേക്ക് എ നോട്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന എന്താണ് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പോവർട്ടി കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഫുഡിന് ബുദ്ധിമുട്ടുള്ളവർക്ക് ഫുഡ് സെക്യൂരിറ്റി ഉറപ്പ് വരുത്തും. അതുപോലെ തന്നെ പെൻഷൻ കവറേജ് കൊടുക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓൾഡ് ഏജ് ആകുമ്പോൾ, വയസ്സാകുമ്പോൾ നമുക്ക് ജോലിക്കും കാര്യങ്ങൾക്കും പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഈ ഒരു പെൻഷൻ വരുമ്പോൾ അവർക്കൊരു മരുന്നിനുള്ള ഒരു പൈസ ആയിരിക്കും. അടുത്തെന്ന് പറയുന്നത് ഹെൽത്ത്. ഇപ്പോൾ നമ്മൾ വാക്സിനേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ നമുക്ക് അവർക്ക് അത്രയും ഹെൽത്ത് ഓക്കെ ആവും, പിന്നെ അവർക്ക് അതിന് പൈസയും ചിലവാവില്ല. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അതിൻ്റെ ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. അടുത്തത് കുടുംബശ്രീ ആൻഡ് പോവർട്ടി എലവേഷൻ ആണ്. Kudumbashree is a project launched on 17th May 1998 with the aim of poverty alleviation and economic upliftment of women. അതായത് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വുമൺസിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കുടുംബശ്രീ ഹാസ് സക്സസ്ഫുള്ളി സ്പ്രെഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഇൻ ഓൾ വാക്സ് ഓഫ് സോഷ്യൽ ലൈഫ്. ഒരുപാട് കാര്യങ്ങളിൽ അവർ ഇപ്പോൾ ഒരുപാട് അവർ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ഇൻകം കിട്ടുകയാണ് കേട്ടോ. കുടുംബശ്രീ മെമ്പേഴ്സ് ആർ ആൾസോ എംപ്ലോയ്ഡ് ഇൻ ഇനീഷ്യേറ്റീവ് like she starts Janagiya hotels, Kochi metro service and Kerala's first metro service. അപ്പോൾ നമുക്ക് അറിയാം വനിത ഹോട്ടലൊക്കെ നമ്മുടെ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ഹാവ് അഡോപ്റ്റഡ് ദ കുടുംബശ്രീ മോഡൽ. കുടുംബശ്രീസ് എക്സ്പീരിയൻസസ് ആൻഡ് അച്ചീവ്മെൻറ്റ്സ് ആർ ഹെൽപ്ഫുൾ ഫോർ പോവർട്ടി അലവേഷൻ, ദ ക്രിയേഷൻ ഓഫ് നോളജ് ഇക്കണോമി ആൻഡ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് ടു സോഷ്യൽ ക്യാപിറ്റൽ ഫോർമേഷൻ. അടുത്തത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രിപ്പയർ എ ക്വസ്റ്റിനെയർ ടു ഓർഗനൈസ് ആൻ ഇൻ്റർവ്യൂ വിത്ത് കുടുംബശ്രീ യൂണിറ്റ് മെമ്പേഴ്സ് ഇൻ യുവർ ഏരിയ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ കുടുംബശ്രീ വർക്ക് ഇൻ ഹെൽപ്ഫുൾ ഇൻ പോവർട്ടി എലവേഷൻ. അപ്പോൾ നിങ്ങളുടെ ഏരിയയിലുള്ള കുടുംബശ്രീ മെമ്പേഴ്സിനോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് എങ്ങനെ ചോദിക്കാം? നിങ്ങൾ ആദ്യം നമുക്ക് എന്ത് പറയാം, നിങ്ങളെ പറ്റി പറയൂ, നിങ്ങൾ കുടുംബശ്രീയിൽ നിങ്ങളുടെ റോൾ എന്താണെന്ന് ചോദിക്കാം. പിന്നെ
എത്ര നാളായി നിങ്ങൾ ഇതിൽ തുടങ്ങിയിട്ടെന്ന് ചോദിക്കാം, എന്തുകൊണ്ടാണ് നിങ്ങളിതിൽ ജോയിൻ ചെയ്യാനെന്ന് കാരണം ചോദിക്കാം, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാം, ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്നൊക്കെ ചോദിക്കാം. കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. അടുത്ത് ഫുഡ് സെക്യൂരിറ്റി ആണ്. ഫുഡ് സെക്യൂരിറ്റി മീൻസ് എൻഷുറിങ് ദാറ്റ് ഓൾ പീപ്പിൾ ഹാവ് ആക്സസ് ടു അഡ്യൂക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് ഓൾവേസ് ആൻഡ് ടു ഗ്യാരണ്ടി നെസസറി സർക്കംസ്റ്റൻസസ് ടു ഒബ്റ്റെയിൻ ഇറ്റ്. നമുക്കൊരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യമുള്ള ഒരു ഘടകമാണ്. അപ്പോൾ ആ ഫുഡ് എപ്പോഴും നല്ല നമുക്ക് ക്വാളിറ്റി ഉള്ള ഒരു ഫുഡ് തന്നെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ വൈ ക്യാൻ ഫുഡ് സേഫ്റ്റി ബി എൻഷുർഡ്? അതായത് നമ്മൾക്ക് പൊട്ട ഫുഡ് കഴിച്ച് നമുക്ക് അതിനനുസരിച്ച് ഫുഡ് പോയ്സണും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച്, ലോ ഇൻകം, ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് ഫുഡ്, ഇൻഡസ്ട്രിയലൈസേഷൻ, റൈസ് ഇൻ പ്രൈസസ്, ഇംബാലൻസ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എക്സ്ട്രാ എന്തൊക്കെ നമുക്ക് പറയാം? നമുക്ക് പറയാം എമർജിങ് റിസ്ക്സ് പറയാം, പിന്നെ ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് പുവർ ഹൈജീൻ പ്രാക്ടീസസ് പറയാം, റിസോഴ്സ് ലിമിറ്റേഷൻസ്. അപ്പോൾ എക്സ്ട്രാ നമുക്ക് അവിടെ പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാം. വിച്ച് ആർ ദ ഗവൺമെൻറ് ഏജൻസീസ് ദാറ്റ് ഡിസ്ട്രിബ്യൂട്ട് ഫുഡ് ഗ്രെയിൻസ് അറ്റ് സബ്സിഡി റേറ്റ്സ്, ഫൈൻഡ് മോർ ആൻഡ് കംപ്ലീറ്റ് ദ ലിസ്റ്റ്. അപ്പോൾ ഗവൺമെൻറ് നമുക്ക് ഫുഡ് ഗ്രെയിൻസ് എല്ലാം തരുന്നുണ്ട്. അപ്പോൾ ആ സബ്സിഡി റേറ്റിൽ അത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ സിവിൽ സപ്ലൈസ് ആണ്. പിന്നെ നമുക്ക് ത്രിവേണി സൂപ്പർ മാർക്കറ്റ്, പിന്നെ എക്സ്ട്രാ നമുക്ക് എന്ത് പറയാം? ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഫുഡ് കോർപ്പറേഷൻ, റേഷൻ ഷോപ്പ്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇത്രയും കാര്യങ്ങൾ അവിടെ പറയാം. അടുത്ത് ഹങ്കർ ഫ്രീ കേരളയാണ്. ദി കീ ഒബ്ജക്റ്റീവ് ഓഫ് ഹങ്കർ ഫ്രീ കേരള പ്രൊജക്റ്റ് ഈസ് ടു എലിമിനേറ്റ് ഹങ്കർ ആൻഡ് മേക്ക് കേരള എ ഹങ്കർ ഫ്രീ സ്റ്റേറ്റ്. അതായത് ആളുകളുടെ വിശപ്പ് അടക്കാനുള്ള ഒരു സ്കീമാണ് കേട്ടോ. ഫ്രം 2017 to 2018 ദ പ്രൊജക്റ്റ് ഈസ് ബീങ് റൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കുടുംബശ്രീ ആൻഡ് ലോക്കൽ ഗവൺമെൻറ് ബോഡീസ്. അപ്പോൾ കുടുംബശ്രീയുടെയും ലോക്കൽ ഗവൺമെൻറ് ബോഡീസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ത്രൂ സച്ച് ഇന്നോവേറ്റീവ് പ്രോജക്റ്റ് ദ എയിം ഈസ് ടു അച്ചീവ് ഫുഡ് സെക്യൂരിറ്റി ബൈ അഷ്യൂറിംഗ് അഡ്യൂക്കേറ്റ് ഫുഡ് ഫോർ ഓൾ. എല്ലാവർക്കും ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നടപ്പാക്കുന്നത്. എഡ്യൂക്കേറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലൈഫ്. നമുക്ക് നല്ല ഒരു ഹെൽത്തി ലൈഫ് കിട്ടണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് വേണം. ഫുഡ് ഇൻസെക്യൂരിറ്റി ജനറലി എഫക്ട്സ് ദ ഇക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് സെക്ഷൻ ഓഫ് ദി സൊസൈറ്റി, ബട്ട് വെൻ ഫേസ്ഡ് വിത്ത് എർത്ത്ക്വേക്സ്, drought, floods, tsunamis, epidemics, etc. food insecurity affects other section of the nation. അപ്പോൾ ഈ ഫുഡ് സെക്യൂരിറ്റി ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ ഫുഡും ക്രോപ്സും ഒക്കെ നശിച്ചു പോവുകയാണല്ലേ. അപ്പോൾ അത് ഡൗൺ ചെയ്യും. സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് ക്യാൻ ബി സോൾവ് ടു സം എക്സ്റ്റെൻറ്റ് ബൈ ദ ഇഫക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസിൽ ഫൈൻഡ് ഔട്ട് ആൻഡ് ഡിസ്ക്രൈബ് ദ ഫാമിംഗ് പ്രാക്ടീസസ് ദാറ്റ് യൂസ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആസ് ഓപ്പോസിറ്റ് ടു ട്രഡീഷണൽ ഫാമിംഗ് പ്രാക്ടീസ്. അപ്പോൾ ട്രഡീഷണൽ ഫാമിംഗ് പ്രാക്ടീസസിന് ഓപ്പോസിറ്റായിട്ട് യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് വൺ വരുന്നത് പ്രിസിഷൻ അഗ്രികൾച്ചർ ആണ്. അപ്പോൾ അവിടെ GPS ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ക്രോപ്സും കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വാട്ടറും ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഒക്കെ ആഡ് ചെയ്യാൻ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സെക്കൻഡ് വൺ ഡ്രോൺസ് ആൻഡ് UAVs ആണ്. അപ്പോൾ മോണിറ്റർ ക്രോപ്പ് ഹെൽത്ത്, സോയിൽ കണ്ടീഷൻ ആൻഡ് ഇറിഗേഷൻ നീഡ്സ് ഫ്രം ദി എബോവ്, പ്രൊവൈഡ് റിയൽ ടൈം ഡാറ്റ ആൻഡ് ഹൈ റെസൊല്യൂഷൻ ഇമേജ് ഫോർ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയാം. പിന്നെ നമുക്ക് എന്ത് പറയാം? LOT ആൻഡ് സെൻസേഴ്സ് പറയാം. അതുപോലെ ഓട്ടോമേറ്റഡ് മെഷീനറി പറയാം. അതുപോലെ വെർട്ടിക്കൽ ഫാമിംഗ് ആൻഡ് ഹൈഡ്രോപോണിക്സ് പറയാം കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അവിടെ പറയാം. പിന്നെ ഒരു സെമിനാറാണ് പോവർട്ടി അലഗേഷൻ പ്രോഗ്രാമിന്. പിന്നെ ഇൻ്റർവ്യൂ നിങ്ങളോട് കണ്ടക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതണം. ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇയർ ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സ്കീം വരുന്നത് 2005 ആണ് കേട്ടോ, 2005 ആണ്. ഒബ്ജക്റ്റീവ് ഓഫ് ദി സ്കീം വരുന്നത് 100 ഡേ വർക്ക് ഫോർ ദ റൂറൽ പീപ്പിൾ. 100 ഡേ വർക്ക് ഫോർ ദി റൂറൽ പീപ്പിൾ. ദ ഫസ്റ്റ് 2 ഡിസ്ട്രിക്റ്റ്
ടു ഇംപ്ലിമെൻറ്റ് ദ പ്രൊജക്റ്റ് ഇൻ കേരള. ഏതൊക്കെയാണ് ഡിസ്ട്രിക്റ്റ്? പാലക്കാട് ആൻഡ് വയനാടാണ്. നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഗ്യാരൻറ്റീഡ് 100 ആണ് കേട്ടോ. പിന്നെ കറൻ്റ്ലി ഡെയിലി വേജസ് ആസ് പെർ ദ സ്കീം. ഡെയിലി വേജസ് വരുന്നത് 320 പെർ പേഴ്സൺ, 320 രൂപ കേട്ടോ. അടുത്ത വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കീം. അപ്പോൾ ആ സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് കൺസ്ട്രക്ഷൻ ഓഫ് ചെക്ക് ഡാംസ്, പോൺസ് ആൻഡ് അതർ വാട്ടർ ബോഡീസ്, ആക്ടിവിറ്റീസ് എയിംഡ് അറ്റ് ഇംപ്രൂവിംഗ് ദ മോയ്സ്ചർ റിറ്റൻഷൻ കപ്പാസിറ്റി ഓഫ് ദി സോയിൽ, ഡെവലപ്മെൻറ്റ് ഓഫ് മൈക്രോ ഇറിഗേഷൻ ഫെസിലിറ്റീസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്.